ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 29 ശ്ലോകം 3. അങ്ങനെ പരസ്പരം തല്ലുകൂടിയിരുന്ന അസുരന്മാരുടെ വഴക്കൊക്കെ മാറി മോഹിനിയുടെ പിന്നാലെ ആയി. അസുരന്മാർ അമൃത് കഴിക്കാൻ പാടില്ല. അവർ കഴിച്ചാൽ അസുരത്വമാവും ലോകം നിറയെ. സാധുക്കൾ സജ്ജനങ്ങൾ വിഷമിക്കാറാവും. എത്രയോ തവണ അത് അനുഭവമുള്ളതാണ്. ബ്രഹ്മാവ് ഇങ്ങനെ അസുരന്മാർ കഠിനമായ തപസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട വരങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ അതിൻ്റെ പിന്നെ അത് തിരുത്താനാവാതെ വിഷമത്തിലേക്കായിരിക്കും നീങ്ങുന്നത്. രാവണനാവട്ടെ, ഹിരണ്യകശിപു ആവട്ടെ, ഭസ്മാസുരനാവട്ടെ, അങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക്, ലോകം നശിക്കാതിരിക്കാനാണ് അസുരന്മാർക്ക് അമൃത് കൊടുക്കാതിരിക്കാൻ ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ദേവന്മാരുടെ ജരാനരകൾ മാറും വേണ്ടേ. അതുകൊണ്ട് അവിടുന്ന് അമൃത് ദേവന്മാർക്ക് മാത്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അസുരന്മാർ പതിവ് പോലെ കാമാസക്തരായി മോഹിനിയുടെ ചുറ്റും കൂടി. എന്നിട്ട് നീ ആരാണ്? ആ അമൃതപാത്രം അങ്ങനെ തന്നെ കൊണ്ടുപോയി മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് നീ വിളമ്പിത്തരണം, അതാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറഞ്ഞ് തൻ്റെ ചുറ്റും കൂടി അസുരന്മാരോട് മോഹിനി പറഞ്ഞു, അയ്യോ ഞാനൊരു കുലടയാണ്. നിങ്ങളെത്ര വലിയ ആൾക്ക് ജനിച്ചതാ, കശ്യപപുത്രന്മാരല്ലേ നിങ്ങൾ. എത്രയോ അറിവുള്ളവരാണ്, ജ്ഞാനികളാണ്. ഞാനൊരു കുലട, എന്തിനാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചതും അവർക്ക് വിശ്വാസം ഇരട്ടിച്ചു. ഞങ്ങൾക്ക് നീ തന്നെ വിളമ്പിത്തരണം എന്ന് പറഞ്ഞ് മോഹിനിയുടെ പിന്നാലെ നിൽക്കുകയാണ്. അസുരന്മാരെന്താ പറയണത് നോക്കാം. ശ്ലോകം 3. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാൻ അഭിയാചതോ അമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നഭിസു വിശ്വസിതാൻ അതാനി. അർത്ഥം നോക്കാം. അസുരന്മാർ ചോദിക്കുകയാണ്, മൃഗാക്ഷി, മൃഗനയനി, മാൻപേടയുടെ പോലെയുള്ള കണ്ണുകളോട് കൂടിയവളെ, ത്വം കാ, നീ ആരാണ്? ഇത്ര സൗന്ദര്യം ഞങ്ങളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആരാണ് ഇവിടെ വന്ന നീ? ആരാണ്? ഇമാം സുധാം വിഭജസ്വ, ഈ അമൃതിനെ, ഞങ്ങളാണെങ്കിൽ അത് പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി നീ വന്നത്. ഈ അമൃതിനെ ഒന്ന് വിളമ്പിത്തന്നാലും. ഇമാം സുധാം വിഭജസ്വ, വിഭജിച്ച് തന്നാലും. എന്നിങ്ങനെ ആരൂഢരാഗവിവശാൻ, കാമം കൊണ്ട് കണ്ണ് കാണാത്തവരായി വർദ്ധിച്ച അനുരാഗത്തോടു കൂടി വിവശരായി, ബുദ്ധിയൊക്കെ ഇല്ലാതായി, അഭിയാചത, മോഹിനിയുടെ പിന്നാലെ നടന്ന് യാചിക്കാൻ തുടങ്ങി, ഈ അമൃത് വിളമ്പിത്തരുമോ എന്ന്. അമൂൻ, ഹേ ദൈത്യ, അങ്ങനെയുള്ള അസുരന്മാരോട് മോഹിനി പറയാണ്, ഹേ ദൈത്യ, അല്ലയോ അസുരന്മാരെ, അഹം കുലടാസ്മി, എന്നെ വിശ്വസിക്കണ്ട, ഞാനൊരു കുലടയാണ്. കുലട എന്ന് പറഞ്ഞാൽ ഒരു കുലത്തു നിന്നും മറ്റൊരു കുലത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. ഒരു കുലം കൊണ്ട് തൃപ്തിയാവില്ല. അങ്ങനെയുള്ളവർ വേശ്യകളാണ് കുലടന്മാർ. മയി കഥം വിശ്വസ്യതേ, എന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസം തോന്നണത്? ഞാനൊരു നല്ല സ്ത്രീയൊന്നും അല്ലല്ലോ. ഇതി ആലപൻ അഭി, ഇങ്ങനെ പറയുന്നതാണെങ്കിൽ പോലും അസുരന്മാർക്ക് വിശ്വാസം കൂടുകയാണ് ചെയ്തത്. സുവിശ്വസിതാനദാനി, അവർ തമ്മിൽ പറഞ്ഞു, നോക്കൂ, സൗന്ദര്യം മാത്രമല്ല സത്യസന്ധതയുണ്ട്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? ഉള്ള കാര്യം തുറന്നു പറയണു. ഈ മോഹിനി, നമുക്കെന്തായാലും ഇവള് തന്നെ വിളമ്പിത്തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ട് അമൃതകുംഭം മോഹിനിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. സുന്ദരി, നീ ആരാണ്? ഈ അമൃതിനെ ഞങ്ങൾക്ക് വീതിച്ച് വിളമ്പിത്തരൂ എന്ന് അനുരാഗം കൊണ്ട് പരാധീനന്മാരായ വിവശരായ ആ അസുരന്മാർ മോഹിനിയോട് യാചിച്ചു തുടങ്ങി. അപ്പോൾ മോഹിനി തിരിച്ചു പറഞ്ഞു, ദൈത്യന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാരല്ലേ, ദിതിയുടെ മക്കളല്ലേ, കശ്യപൻ്റെ മക്കളല്ലേ, നിങ്ങൾ എങ്ങനെയാണ് കുലടയായ എന്നെ വിശ്വസിക്കുക?
ഞാനൊരു പുംശ്ചലിയാണ്, കുലടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ അസുരന്മാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാക്കാൻ മോഹിനിക്ക് സാധിച്ചു. ഈ മോഹിനി തന്നെ മതി അമൃതം വിളമ്പാൻ എന്നവർ തീരുമാനിച്ചു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാൻ അഭിയാചതോ അമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നഭിസു വിശ്വസിതാൻ അതാനി. എന്നിട്ട് എന്താണ്ടായേ? 4-ാമത്തെ ശ്ലോകം. മോഹിനി അവരോട് പറഞ്ഞു, എന്തായാലും അവരും കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ, കുറച്ച് അമൃതം അവർക്കും കൊടുത്തേക്കാം. എന്താണ് മോഹിനി പറയണത്? അതൊക്കെ ഞങ്ങൾക്ക് സമ്മതം. പറയണതിന് മുമ്പ് തന്നെ സമ്മതം അവർ പറഞ്ഞു. അപ്പോൾ മോഹിനി പറഞ്ഞു, ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തു എന്ന് വരും. അവർക്ക് ആദ്യം വിളമ്പും, നിങ്ങൾക്ക് അവസാനം വിളമ്പാമെന്ന് വയ്ക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും നിങ്ങൾ ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്ത് മോഹിനി ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾ കാത്തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെ മോഹിനി 2 പന്തിയിലാക്കി, 2 വരിയാക്കിയിട്ട് ഇരുത്തി. അവർ അവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് മോഹിനി അവർക്ക് പുഞ്ചിരി മാത്രം സമ്മാനിച്ചു, ദേവന്മാർക്ക് അമൃത് വിളമ്പുകയും ചെയ്തു. ആ പുഞ്ചിരി കൊണ്ട് തന്നെ അസുരന്മാർക്ക് അപ്പോൾ അമൃത് കുടിച്ചതുപോലെ സന്തോഷമായി. ശ്ലോകം 4. മോദാത് സുധാകലശം യേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാ സുധാതാം. യേശു ആ അസുരന്മാരെ മോദാത് വളരെ സന്തോഷം, ഈ ദേവിയെ കണ്ടു, ഇനി എന്താ വേണ്ടത് എന്നുള്ള ആ സന്തോഷത്തോടു കൂടി മോദാത് സുധാകലശം ദദൽസു അമൃതകലശത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോയി ദേവിയുടെ കയ്യിൽ കൊടുത്തു, മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. സാത്വം അങ്ങനെയുള്ള ആ മോഹിനി രൂപമെടുത്ത അവിടുന്ന് യൂയം മമ ദുശ്ചേഷ്ടിതം സഹധ്വം, അല്ലയോ ദൈത്യന്മാരെ, അസുരന്മാരെ, നിങ്ങൾ എൻ്റെ പ്രവൃത്തി ദുഷ്ടമായേക്കാൻ, ചിലപ്പോൾ ദുശ്ചേഷ്ടിതം ആയാലും എൻ്റെ പ്രവൃത്തികൾ സഹധ്വം സഹിക്കേണ്ടി വരും. എൻ്റെ പിന്നാലെ എന്നെ വിശ്വസിച്ച് നടന്ന എൻ്റെ പ്രവൃത്തിയൊക്കെ നിങ്ങൾ സഹിക്കണം, അതിൻ്റെ ഫലം അനുഭവിക്കുകയും വേണ്ടി വരും. ഇതി ബ്രുവാണ എന്ന് തുറന്ന് പറഞ്ഞു. പങ്ക്തിപ്രഭേദ വിനിവേശിത, അപ്പോൾ അവരതൊക്കെ സമ്മതിച്ചു. അങ്ങനെ അവരെ പങ്ക്തിപ്രഭേദമായിട്ട് 2 പന്തി തിരിച്ച് അവരെ അവിടെ ഇരുത്തി. വിനിവേശിത ദേവദൈത്യ, ദേവന്മാരോടും അസുരന്മാരോടും അങ്ങനെ അവൾ വളരെ ലീലാവിലാസത്തോടുകൂടി ലീലാവിലാസഗതിഭി അങ്ങനെയൊക്കെ കാണിച്ചും പറഞ്ഞും മോഹിപ്പിച്ചും മയക്കിയും ഒക്കെ ആ 2 പന്തികളിലായി ഇരുത്തി. താം സുധാം സമദാ, വേണ്ടതുപോലെ ആ അമൃതിനെ വിളമ്പി. സമത എന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടതുപോലെ, പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭഗവാൻ എന്തെങ്കിലും പഴി കേട്ടാലും വിരോധമില്ല. ലോകമംഗളത്തിനായിട്ട് ഭഗവാൻ അസുരന്മാർക്ക് അമൃത് നൽകാതെ, വിഷപ്പാമ്പിന് പാല് കൊടുക്കാതെ അവരെ മയക്കിയിട്ട് ഈ ദേവന്മാർക്ക് അമൃത് വിളമ്പുകയും ചെയ്തു. അസുരന്മാർ മോഹിനിയെ കണ്ട് സന്തോഷത്തിൽ മതിമയങ്ങി അമൃതകുംഭം ഇത്ര കാലം അധ്വാനിച്ച് അവരുടെ നിന്ന് തട്ടിപ്പറിച്ചൊക്കെ കൊണ്ടുവന്ന ആ അമൃതകുംഭം രണ്ടാമതൊന്നും ആലോചിക്കാതെ കൊണ്ടുപോയി മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് നീ വിളമ്പിത്തരൂ എന്ന് പറഞ്ഞു. നീ തന്നെ വിളമ്പിത്തരണം, അതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ മോഹിനി പറഞ്ഞു, ഞാൻ ചില കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചേക്കും, അതൊന്നും സാരമില്ല, ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞു. അത്രയ്ക്കും അവർ ആ മോഹത്തിൽ പെട്ടവരാണ്, കാമത്തിന് അടിമകളായിരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവന്മാരെ 2 വരികളായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുത്തി ഓരോ ചേഷ്ടകളും ലീലാവിലാസങ്ങളും പുഞ്ചിരിയും ഒക്കെ കാട്ടിക്കാട്ടി അസുരന്മാരെ വീണ്ടും മയക്കിയിട്ട് ദേവി സമത വേണ്ടതുപോലെ ആ
അമൃതിനെ എത്തേണ്ടത് ആരാണോ, ദേവന്മാർക്കാണ് അത് കിട്ടേണ്ടത്, അവർക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. മോദാദ് സുധാകലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹത്വം